അള്ളാഹു ചില മനുഷ്യർക്കും സ്ഥലങ്ങൾക്കും ദിവസങ്ങൾക്കും ശ്രേഷ്ഠത നൽകിയതുപോലെ ചില വൃക്ഷങ്ങൾക്കും മഹത്വം നൽകിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് ഒലീവ്. ഖുർആനിൽ 100-ലധികം സ്ഥലങ്ങളിൽ സസ്യശാസ്ത്രം പ്രതിപാദിക്കുന്നതിൽ 6 ഒലീവ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഒരിടത്ത് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഒലീവെണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്ന വിളക്കിനോടാണ് ഉപമിച്ചത്. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. സീനാ പർവ്വതത്തിൽ മുളച്ചു വളരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും അതുൽപ്പാദിപ്പിക്കുന്നു. അനുഗ്രഹീത വൃക്ഷമായ ഒലീവിന്റെ ഉൽപ്പത്തിയും ഒരു അനുഗ്രഹീത പർവ്വതമായ സീനാ പർവ്വതത്തിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ശ്യാമിലെ സീനാ പർവ്വതത്തിൽ വെച്ച് തന്നെയാണല്ലോ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചതും. മനുഷ്യർക്ക് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും ഭക്ഷണ സാധനങ്ങൾക്കുള്ള കറിക്കൂട്ടും ഔഷധങ്ങളും അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രയോജനങ്ങളെ മുൻനിർത്തിയാകാം അള്ളാഹു ഇതിനെ കൊണ്ട് സത്യം ചെയ്തത്. والتين والزيتون وطور سينين. അത്തിയും ഒലീവും സീനാ പർവ്വതവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഖുർത്തുബി ഉദ്ധരിക്കുന്നു. ഒലീവ് കൊണ്ട് അനവധി പ്രയോജനങ്ങളുണ്ട്. അത് വെളിച്ചവും കറിയും എണ്ണയും ഇന്ധനവും നൽകുന്നു. പ്രയോജനമില്ലാത്ത യാതൊന്നും അതിലില്ല. ഭൂമുഖത്ത് ആദ്യമായി മുളച്ച വൃക്ഷം അതാണ്. പ്രളയത്തിനു ശേഷം ആദ്യമായി മുളച്ചതും അതുതന്നെയാണ്. പ്രവാചകന്മാരുടെ ഭവനങ്ങളിലും വിശുദ്ധ സ്ഥലങ്ങളിലും വളർന്ന ഈ മരത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി 70ഓളം പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ സസ്യങ്ങൾക്കും ഒരു ജന്മനാടുണ്ടാകും. പിന്നീട് അവിടെ നിന്ന് അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് അതിന്റെ കൃഷി വ്യാപിക്കുകയാണ് പതിവ്. ഖുർആനിൽ സീനാ പർവ്വതത്തിൽ നിന്ന് പുറത്തു വന്ന വൃക്ഷം എന്ന പ്രയോഗത്തിൽ നിന്ന് ഒലീവിന്റെ ജന്മഗേഹം അവിടെയാണെന്ന് ഗ്രഹിക്കാനാകും. പിന്നീട് അവിടെ നിന്ന് ഇതിന്റെ കൃഷി വ്യാപിക്കുകയും ഇപ്പോൾ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ, ടുണീഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഒലീവ് ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിപുരാതന കാലം മുതൽ തന്നെ ഒലീവ് സമാധാനത്തിന്റെ ചിഹ്നമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒലീവിന്റെ ഇല സമാധാന ചിഹ്നം എന്നതിലുപരി കാലിത്തീറ്റ നിർമ്മാണം പോലുള്ള രംഗങ്ങളിൽ വ്യവസായ പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒലീവ് വൃക്ഷത്തെക്കുറിച്ചും അതിന്റെ എണ്ണയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒലീവെണ്ണ കഴിക്കാൻ അനുചരന്മാരോട് ആജ്ഞാപിച്ചതായും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒലീവെണ്ണ കഴിക്കുകയും അത് തേക്കുകയും ചെയ്യുക. അത് ഒരു അനുഗ്രഹീത വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഒലീവെണ്ണയുടെ അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില രോഗങ്ങളെ ചെറുക്കാനും മറ്റു ചില രോഗങ്ങളുടെ ശമനത്തിന് ആക്കം കൂട്ടാനും ഇത് സഹായകമാണ്. ഖുർആൻ അനുഗ്രഹീതമെന്ന് വിശേഷിപ്പിച്ച ഒലീവിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഒട്ടേറെ പഠന ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഭക്ഷണത്തിൽ ഒലീവെണ്ണ ഉപയോഗിക്കുന്ന മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ നിവാസികൾക്ക് ക്യാൻസറും ഹൃദ്രോഗവും താരതമ്യേന കുറവാണ് എന്നതാണ്. 1 ലിറ്റർ ഒലീവെണ്ണ ലഭിക്കണമെങ്കിൽ ഏകദേശം 5 കിലോ ഒലീവ് കായ വേണ്ടിവരും. ഒട്ടുമിക്ക സസ്യ എണ്ണകളും ആട്ടിയെടുത്തതിനു ശേഷം സംസ്കരിച്ചതിനു ശേഷമേ കഴിക്കാനാവുകയുള്ളൂ. എന്നാൽ ഒലീവെണ്ണ വെളിച്ചെണ്ണയെപ്പോലെ ശുദ്ധീകരിക്കാതെ തന്നെ ഉപയോഗിക്കാനാവും. ഒട്ടേറെ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഒലീവെണ്ണയിൽ പ്രോട്ടീൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ്, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ എ, ബി എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒലീവെണ്ണ മനുഷ്യന് ലഭിച്ച ഒരു ദൈവിക വരദാനമാണ്. പൂർവികർ അതിന്റെ ചില പ്രയോജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രം അതിന്റെ വേറെ ചില നേട്ടങ്ങളും കണ്ടെത്താൻ തുടങ്ങി.
കൊളസ്ട്രോൾ ഉള്ളവർ പൊതുവെ എണ്ണ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഒലീവെണ്ണ കൊളസ്ട്രോൾ കുറക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം, ചിലയിനം ക്യാൻസറുകൾ എന്നിവയ്ക്കെല്ലാം ഒലീവ് ഫലപ്രദമായ ഔഷധം തന്നെയാണ്. മെഡിറ്ററേനിയൻ മേഖലയിൽ വസിക്കുന്നവർ അവരുടെ ഭക്ഷണത്തിൽ മറ്റു എണ്ണകൾക്കും കൊഴുപ്പിനും പകരം കാര്യമായി ഉപയോഗിക്കുന്നത് ഒലീവെണ്ണയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്യാൻസറും ഹൃദ്രോഗവും ആമാശയ കരൾ രോഗങ്ങളും താരതമ്യേന കുറവാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സൗന്ദര്യവർദ്ധക വസ്തുവായും ഒലീവെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. സ്പെയിനിൽ എലികളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ നിന്നും ക്യാൻസറിനെ തടയാൻ ഒലീവെണ്ണയ്ക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷണശാലയിൽ വളർത്തുന്ന എലികളിൽ ഒരു വിഭാഗത്തിന് ഒലീവെണ്ണയും മറ്റൊരു വിഭാഗത്തിന് മത്സ്യ എണ്ണയും വേറെ ചിലതിന് സൺഫ്ലവർ എണ്ണയും നൽകി. പിന്നീട് ഓരോ വിഭാഗത്തിലും ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ കുത്തിവെച്ചപ്പോൾ ഒലീവെണ്ണ നൽകിയ വിഭാഗത്തിന് താരതമ്യേന കുറച്ചു മാത്രമേ ക്യാൻസർ ബാധിക്കുകയുണ്ടായുള്ളൂ. ഭക്ഷണത്തിൽ 5% ഒലീവെണ്ണ ഉൾപ്പെടുത്തിയാൽ തന്നെ കോശങ്ങളിലെ അർബുദ വ്യാപനത്തിന് തടയിടാനാകുമെന്നാണ് ഈ പരീക്ഷണ സംഘത്തിന്റെ മേധാവികൾ അവകാശപ്പെടുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഒരു പറ്റം മധ്യവയസ്കരിൽ നടത്തിയ പഠനം ഒലീവെണ്ണ സന്ധിവേദന ലഘൂകരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാനഡയിലെ പാരമ്പര്യ വൈദ്യന്മാർ പിത്താശയ കല്ലിന് പ്രധാനമായി നൽകുന്നത് ഒലീവെണ്ണ തന്നെയാണ്. പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒലീവെണ്ണ സഹായകമാണെന്നാണ് അമേരിക്കയിലെ ഒരു സംഘം ഡോക്ടർമാർ നടത്തിയ പഠനം തെളിയിക്കുന്നത്. എങ്കിലും ഈ രംഗത്ത് ഇനിയും ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതുകൊണ്ട് ഒലീവെണ്ണ ഊർജ്ജസ്വലത നിലനിർത്താനും വാർദ്ധക്യത്തെ അകറ്റാനും സഹായിക്കും. തലച്ചോറിന്റെ ശക്തി കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ട് ഭൗതിക കർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനും വാർദ്ധക്യത്തിൽ ഓർമ്മശക്തി നശിക്കുന്നത് തടയാനും ഇതിന്റെ നിത്യോപയോഗം മൂലം സാധ്യമാണ്. കാരണം ഇതിൽ വാർദ്ധക്യത്തിൽ മസ്തിഷ്കത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന ഒട്ടേറെ ഫാറ്റ് അമ്ലങ്ങൾ ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. ഒലീവ് അനുഗ്രഹീതമായതും ഇത്തരം നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാകാം.